ഏലത്തോട്ടത്തിൽ പണി ചെയ്ത് വിദ്യാഭ്യാസം നടത്തിയിരുന്ന ഇടുക്കി ഉടുമ്പൻചോല സ്വദേശി ആർത്തിയ ഇനി പഞ്ചായത്ത് അംഗം കൂടിയാണ്. ഉടുമ്പൻചോല പഞ്ചായത്ത് 13-ാം വാർഡിൽ നിന്നാണ് LDF അംഗമായി ആർത്തിയ വിജയിച്ചത്. ജില്ലയിലെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ഈ 21-കാരി. കുടുംബം പുലർത്താൻ ജീവിത സാഹചര്യങ്ങളോട് പൊരുതുന്ന പെൺകുട്ടി. താങ്ങായിരുന്ന അച്ഛൻ പക്ഷാഘാതം വന്ന് കിടപ്പിലായതോടെ ആർത്തിയ തോട്ടം തൊഴിലാളിയായി മാറി. അച്ഛന്റെ നിർബന്ധപ്രകാരം നെടുങ്കണ്ടം MES കോളേജിൽ ഡിഗ്രി പഠനം. ഉയർന്ന മാർക്കോടെ ഡിഗ്രി പൂർത്തിയാക്കി PG പഠനത്തിന് ചേർന്നു. ഇതിനിടെ 2.5 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു. പൊതുപ്രവർത്തന രംഗത്തേക്ക് അപ്രതീക്ഷിതമായാണ് അവസരം. ജീവിത സാഹചര്യം എന്ന് പറയുമ്പോൾ വളരെ മോശമായിരുന്നു. ഇപ്പം ഇന്ന് ഞാൻ പണിയെടുത്തിട്ട് നാളത്തെ ശമ്പളം കിട്ടിയിട്ട് വേണം എനിക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട്. പപ്പയുള്ളത്ര കാലം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇല്ല. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സാഹചര്യത്തിലും എല്ലാത്തിലും അവരുടെ കൂടെ നിന്നും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. ഗവൺമെന്റ് തരുന്ന ആനുകൂല്യങ്ങളും എൻ്റെ പാർട്ടിയുടെ മൂലമായിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. 445 വോട്ട് ഭൂരിപക്ഷത്തിലാണ് എതിർ സ്ഥാനാർത്ഥിയായ UDFിലെ മാലിനി രാജനെ പരാജയപ്പെടുത്തിയത്. നാടിനു വേണ്ടി മകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അമ്മ പുണ്യനദി. എനിക്കായിട്ട് സ്വന്തമായിട്ട് ഒരു കാര്യം സാധിക്കാനായിട്ടില്ല. പക്ഷെ പൊതുവായിട്ടുള്ള എല്ലാവർക്കുമായിട്ട് ഒരു കാര്യമുണ്ട്. അത് എനിക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഈ പഞ്ചായത്തിൽ 24 മണിക്കൂറും ഡോക്ടറിന്റെ സേവനം അത്യാവശ്യമാണ്. എൻ്റെ ഭർത്താവിൻ്റെ മരണമാണ് അതിന് എനിക്ക് ഇത്രയ്ക്കും തൻ്റെ ഇടം നൽകിയത്. നല്ലപോലെ വൈകിട്ട് 4 മണി വരെ സംസാരിച്ച് ഇതിലേക്ക് കറങ്ങി നടന്ന ആളാണ്. ആ രാത്രി 9 മണിക്ക് തുടങ്ങിയിട്ട് പുള്ളിക്ക് ഓക്സിജൻ്റെ സഹായം നൽകിയിരുന്നെങ്കിൽ ആ രാത്രിക്ക് ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്നേരം തന്നെ ഇവിടെ കൂടിച്ചോണ്ട് പോകുമായിരുന്നു. ആ രാവിലെ മരണം സംഭവിക്കത്തില്ലായിരുന്നു. നാട്ടുകാരുടെ പ്രിയങ്കരിയായ ആർത്തിയയ്ക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്തും കൈമുതലായുണ്ട്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.